ഹലോ ഗൈസ്, ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോകുന്നു. അവൻ്റെ റിയാക്ഷൻ നോക്കാം നമുക്ക്. ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ അവനെ കാണുന്നത്. നമുക്ക് അവനെ കണ്ടിട്ടില്ല. ബാക്കി വീഡിയോ കാണാം. ഗൈസ്, ഞാൻ അവനെ കണ്ട്. ആരാത് ഹലോ ഗൈസ്, ഞാൻ അങ്ങനെ അവനെ കണ്ടുമുട്ടി. തലേന്ന് കോഴിക്കോട് നമ്മളരിലോണ്ട് വന്ന ട്രെയിനിൽ വേഗം ചാടിക്കേറി. സ്റ്റേഷന് നേരെ നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് പോകാനാ പ്ലാൻ ഇട്ടേ. അപ്പം അങ്ങോട്ടേക്ക് തന്നെ ഫസ്റ്റ് പോകാമെന്ന്. സൺഡേ ആയതുകൊണ്ട് തന്നെ റോഡെല്ലാം കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു, കുറച്ച് ബ്ലോക്കെല്ലാം കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി. ബാക്കി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. സൽക്കാരമൊരുക്കുമ്പോൾ സൂപ്പർ കമ്മിങ് അരികൾ വരും. ഈ അങ്ങാടി കവരയിൽ ചങ്ങാതി പറവകൾ ചിറകടിച്ചുയരുകയായി. സുൽത്താൻ ഓ മണ്ണും മിന്നും മൂടാനായി മുന്നിൽ മിന്നും നാണ്യങ്ങൾ ദൂരത്തായി മാഞ്ഞില്ലേ കണ്ണീർ കാലമേ. മൂന്നാള് മൂന്ന് തരത്തിലുള്ള സാധനം ഓർഡർ ചെയ്തേ. എന്നാലും ഞാൻ കഴിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവരതും നല്ല ടേസ്റ്റ് നോക്കിയിട്ട് അതും നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഞാൻ കഴിച്ചത് നന്നായിട്ട് ഇഷ്ടമായി. അങ്ങനെ നല്ല ഇതെല്ലാം കഴിച്ച് നമ്മൾ നല്ല ഗോസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി. ജസ്റ്റ് അതെല്ലാം കണ്ടിട്ട് വരാമെന്ന് വെച്ചു. പേടിക്കാനൊന്നുമില്ലാന്ന് വെച്ചിട്ട് കയറിയതാണ്. പക്ഷെ നട്ടിക്കോത്തെത്തുമ്പോൾ ചെറിയ രീതിക്ക് നമ്മളെല്ലാവരും ഒന്ന് പേടിച്ച്. കാരണം പെട്ടെന്നൊരു സാധനം ഇങ്ങനെ വന്നപ്പോൾ പിന്നെ അതിലും നടന്ന് കളിച്ച് നമ്മൾ വെല്ലാടന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ തപ്പി നടന്ന് ഒരു വെജ് ഹോട്ടലിൻ്റെ എത്തി. അതിൻ്റെ പേരെന്തോ പറഞ്ഞിട്ടുണ്ട്, മറന്നുപോയി. പ്രണവനി കഴിക്കുന്നുണ്ടോ? നമ്മളിതാണ് കഴിക്കുന്നത്. നല്ല മണം. ബട്ടൺ മഷ്റൂം ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ നമ്മൾ കയറിയിട്ടുണ്ടായി. അപ്പം അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനിൽ അങ്ങോട്ടേക്ക് നടക്കും. തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണക്കര കോഴിക്കോട്, അലുവ മനസ്സുള്ളൊരി കോഴിക്കോട്, വേണേ കണ്ടോളി ചങ്ങായി നമ്മടെ കോഴിക്കോട്. കായവറുത്ത് തരാടോ, കറുമുറ വയറ് നിറച്ച് കഴിച്ചോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ബീച്ചിലേക്കൊന്നും അടുക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. കാരണം അത്രക്കും ആൾക്കാരായിരുന്നു. ആൾക്കാരെന്ന് വെച്ചാൽ എൻ്റെ ഒത്തിരപ്പാട് ആൾക്കാരാന്ന്, കുറേ ആൾക്കാരുണ്ടായിന്. അതുകൊണ്ട് റീലെടുക്കാന്ന് വെച്ച് പോയാൽ ഞാൻ റീലൊന്നും എടുക്കാണ്ടാണ് തിരിച്ചു വന്നത്. കയറുമ്പോൾ തന്നെ നമ്മൾ അർജന്റീനേൻ്റെ ഇത് കണ്ടിട്ടാണ് നമുക്ക് കയറിയത്. രോമാഞ്ചം. എല്ലായിടത്തും നല്ല തിരക്കും മുടിഞ്ഞ വെയിലും ആയിരുന്നു. പിന്നെ കോഴിക്കോട് വന്ന സ്ഥിതിക്ക് ഒരു ഡ്രസ്സ് പോലും എടുക്കാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് 2-3 ഡ്രസ്സെല്ലാം എടുത്തിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ 6:15 കണ്ണൂരേക്ക് ട്രെയിൻ. അപ്പം നമ്മൾ വേഗം ടിക്കറ്റെല്ലാം എടുത്ത് കോഴിക്കോടിനോട് വിട്ടാ പറഞ്ഞ് കണ്ണൂരേക്ക് പോക്കാണ്. നല്ല സീനുണ്ട്. ഒരു ചായ സ്ഥലം പറ്റി ശരിയാണ്. ഈ ചായ കണ്ണൂരത്തേക്ക് നല്ല
ദോശ നല്ലൊരു ദോശ വേണോ, ദോശ തിന്നാൻ ആശയുണ്ടോ, ദോശ എന്നൊരു പേര് കേട്ടാൽ നാക്കിലൂടൊരു കപ്പലോടും ആശയുണ്ടോ ഒരു ദോശ തിന്നാൻ. ഗൈസ്, അപ്പം ചായലും കുടിച്ച് നമ്മളെ വ്ളോഗിയുടെ അവസാനിപ്പിക്കാൻ പോകാണ്. അത്രയേ ഉള്ളൂ. അടുത്ത കാലത്ത് കാണാം. ചെയ്യും.